പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടാൽ ഞെട്ടിത്തരിച്ചു പോകും. അതായത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് പ്രിന്റ് ചെയ്തു വഹാബികൾ. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലോകത്തെ മുഴുവനും വഞ്ചിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ഇവർ എഴുതുന്ന പുസ്തകങ്ങളിലും നമുക്ക് എങ്ങനെയാണ് പിന്നെ വിശ്വാസം ഉണ്ടാകുന്നത്? കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥം ഈ അടുത്ത കാലത്ത് ഇവർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു അധ്യായം തന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റി കള്ള കിതാബ് ഇറക്കിയിരിക്കുകയാണ് സഹോദരന്മാരെ. ഇവരെ കുറിച്ച് ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ ഇവർ ഹദീസും ഖുർആനും പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഉമ്മത്ത് വിശ്വസിക്കുക? മക്കയിലും മദീനയിലുമുള്ള ചരിത്രങ്ങളൊക്കെ തുടച്ചു നീക്കി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഗ്രന്ഥങ്ങളും ഇതേപോലെ ചരിത്രങ്ങളും നശിപ്പിച്ച പോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിലും ഇവർ ഇതേ ആക്രമണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 16ാമത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ നിന്ന് എങ്ങനെയാണ് അവർ കട്ടത്, ഏത് ഭാഗമാണ് കട്ടെടുത്തിരിക്കുന്നത്, അതാണ് ഉസ്താദ് വിശദീകരിക്കുന്നത്. ഇതായത് ഈ കിതാബ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ്. ഈ കിതാബിന്റെ 219ാമത്തെ പേജിൽ ബാബു തഖ്ബീലിൽ യദി, കൈ ചുംബിക്കുക എന്ന അധ്യായം. മഹാന്മാരുടെ കൈ ചുംബിക്കാം. ആലിമീങ്ങളും സയ്യിദന്മാരും അവരെ കൈ എന്ത് ചെയ്യണം? പറയും, അവരെ കൈ ചുംബിക്കണം. അതിൽ വലിയ ബർക്കത്തുണ്ട് എന്നിട്ട് അതിന്റെ ഒരുപാട് ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാബു തഖ്ബീലിൽ യദി, കൈ ചുംബിക്കാം എന്ന അധ്യായം. അത് കഴിഞ്ഞാൽ തഖ്ബീലുർ റിജ്ലി, കാല് ചുംബിക്കാം എന്ന അധ്യായം. ഹദീസ് പറഞ്ഞു കൊണ്ടുവരാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആരായി ഹദീസ് രേഖപ്പെടുത്തുന്നത്? പറ, ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങളാണ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. നുഖബ്ബിലുഹാ, ഞങ്ങൾ ഹബീബായ നബിയുടെ കൈയും ചുംബിച്ച് കാലും ചുംബിച്ച്, ഫഅഖദ്നാ, ഞങ്ങൾ പിടിച്ചു, ബിയദൈഹി, അവിടുത്തെ 2 കൈയിനെയും, വരിജ്ലൈഹി, അവിടുത്തെ 2 കാലിനെയും, നുഖബ്ബിലുഹാ, ആ കൈയും കാലും ഒക്കെ ഞങ്ങൾ പിടിച്ചാണ് ചുംബിച്ചു. ഇത് നബിയുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല. യുഖബ്ബിലു യദൽ അബ്ബാസ് വരിജ്ലൈഹി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയും വരിജ്ലൈഹി, 2 കാലും ചുംബിക്കുന്ന നിലയിൽ. ആരാ ചുംബിക്കണത്? അലിയുൽ മുർത്തള, അലി ഇബ്നു അബി ത്വാലിബ്. അങ്ങനെയുള്ള സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സുഹൈബിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ് ഇമാം ബുഖാരി. കൈയും ചുംബിക്കുന്നത് കണ്ടു, പിന്നെ കാലും ചുംബിക്കുന്നത് കണ്ടു. ആരാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്? അഥറും ഇമാം ബുഖാരി. എന്താ അധ്യായം? ബാബു തഖ്ബീലിർ റിജ്ലി. ഇതെന്താ? അദബുൽ മുഫ്രദ്. ഇതെന്താ? അദബുൽ മുഫ്രദ്. ഇത് വഹാബി വെർഷൻ. ഇമാം ബുഖാരി തങ്ങളുടെ അദബുൽ മുഫ്രദ് എന്ന കിതാബ് സ്വന്തം താല്പര്യത്തിൽ വ്യാഖ്യാനിച്ച് ഇറക്കാണ് വഹാബികളുടെ നേതാവ് നാസറുദ്ദീൻ അൽബാനി എന്ന പഹയൻ കാക്ക. ഈ പഹയൻ കാക്ക ഇയാൾ ദീനിൽ വരുത്തിയ കള്ളത്തത്തിൽ കയ്യും കണക്കിൽ കഞ്ഞി വെച്ച കള്ളൻ. ഉസാമ ബിൻ ലാദൻ അടക്കം ഇയാൾ ശിഷ്യന്മാരാണ്. ഉസാമ ബിൻ ലാദൻ എന്ന ഭീകരവാദി ഇയാൾ ശിഷ്യനാണ്. എല്ലാ ഭീകരവാദികളും ഇയാൾ ശിഷ്യന്മാരാണ്. ഈ കള്ളപ്പരീക്ഷ ഇതേ കിതാബിനെ അയാളെ വ്യാഖ്യാനം കൊടുത്തിട്ട് ഇറക്കുന്നുണ്ട്. ഇതേ കിതാബ്. ഇതൊന്നും 2, 3, 10 ദിവസം പറഞ്ഞാൽ തീരൂല. അത്രയും വിഷയങ്ങളാണ്. പിന്നെ സാമ്പിൾ കാണിക്കാൻ ഞാൻ. ഇനി പഠിക്കുന്നവർക്ക് പഠിക്കും ചെയ്യാൻ വേണമെങ്കിൽ. മൗലവിമാരെ പണി എന്താ? മൗലവിമാരെ പണി എല്ലാവരും കൂട്ടിപ്പിടിക്കലല്ല, എന്ത് ഹക്കിനെയും ബാത്തിനെയും വേർവിട്ട് കാണിച്ചു കൊടുക്കുക. എന്താണ് മൗലവിമാരാണ്? അപ്പൊ എന്താ ചിന്തിക്ക്? തഖ്ബീലുൽ യദ് എന്ന അധ്യായം, അത് കഴിഞ്ഞാൽ തഖ്ബീലുർ റിജ്ലി, അത് കഴിഞ്ഞാൽ ഖിയാമുൽ റജുലി തഅ്ലീമ, ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ മേലത്തെ അധ്യായം കൈ ചുംബിക്കുക, അതിന്റെ അടിയിൽ കാലിപ്പിക്കുക, അതിന്റെ അടിയിൽ ഒരാളെ ബഹുമാനിച്ച് എണീറ്റ് നിൽക്കുക. ഖിയാമുർ റജുലി തഅ്ലീമൻ, ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് എണീറ്റ്. ശരി, ഇയാളെന്താ കാട്ടി നോക്കാം? ഇയാള് അൽ അദബുൽ മുഫ്രദിനെ ഇമാം ബുഖാരി തങ്ങളെ കിതാബ്, ഇവരെ കള്ളത്തരം. ഒരു ഇമാമിന്റെ കിതാബ് ആ ഇമാം എഴുതിയതുപോലെ കൊടുക്കണ്ടേ? ഇത് ഏറ്റവും വലിയ തിന്മയാണ് എന്നിവിടെ നേരെ ഇമാം സുബ്ക്കി തങ്ങൾ ഞാൻ കേൾപ്പിച്ചു. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ ഒരു ഇമാമിന്റെ കിതാബിൽ കൈകടത്തുക. ഖുർആനിൽ കൈകടത്തലിന്റെ നേരെ താഴല്ലേ അത്? ദീനിനെ ശരിയാക്കി നശിപ്പിക്കലല്ലേ അത്? ഇപ്പൊ ഇതെന്താ ചെയ്തത്? നീ കേട്ടോ, ഇയാളെ കിതാബില് തഖ്ബീലുൽ യദ് എന്ന അധ്യായം 390, തഖ്ബീലുൽ യദ് കൈ ചുംബിക്കൽ 390ാമത്തെ അധ്യായം. 2 ഇനി എന്താ കൊടുക്കേണ്ടത്? 390ാമത്തെ ഇമാം ബുഖാരി തങ്ങളെ ഈ കിതാബിനെ തന്നെ നാസറുദ്ദീൻ അൽബാനി എന്ന കള്ളൻ ഇറക്കിയിട്ടുണ്ട്. ഇക്കള്ളൻ 390ാമത്തെ അധ്യായം കൈ ചുംബിക്കൽ. ശരി, 391 എന്താ വേണ്ടത്? കാലുംബിക്കൽ. പക്ഷേ
ഖിയാമുൽ റജുലി തഅലീമ 391 എണീറ്റിക്കൽ അഥവാ ആ അധ്യായം തന്നെ ഇല്ല വലിച്ചെറിഞ്ഞു കൂട്ടി പിടിക്കുക. എന്റെ പൊരയിൽ എന്റെ മുന്നിൽ നിർത്തിയിട്ട് ബെൻസ് കാറ് കട്ടവനാണോ ഈ കള്ള തമ്മാടിയാണോ ഏറ്റവും വലിയ കള്ളൻ? ഇക്കാക്കി കിതാബിൽ വ്യാഖ്യാനം എഴുതാൻ നടക്കും. ഞാൻ എന്താ ഇതാ ആ കിതാബിൽ അങ്ങനെ കൊടുത്തിട്ട് ഈ അഭിപ്രായം എനിക്കില്ല എന്ന് വേണമെങ്കിൽ ഇടാം. അതെന്നെ തെറ്റാണ്. പോട്ടെ, അതെങ്ങനെ ചെയ്യാം. ഇതോ ആ അധ്യായം തന്നെയില്ല, പഠിച്ചാക്കി ആ കിതാബ് തന്നെയില്ല. ഇനിയിപ്പോ ഇതാണ് ഇല്ലാതെയോ? ഇനി വലിയ കോജാപ്പാണല്ലോ ഇയാള്. ഇവിടെ കേരളത്തിലെ തെമ്മാടികളായ വഹാബി പരിശകൾ തെണ്ടികൾ ഏത് കാര്യം പറഞ്ഞാലും ഉടനെ പറയാം അൽബാനി സഹിയാക്കിയെങ്കിലേ ഞങ്ങൾ സഹിയാക്കുന്നു. പോത്തിന്റെ ബുദ്ധിയുള്ള വഹാബികൾ ഏതൊരു കാര്യം പറഞ്ഞാലും പറയാ അൽബാനി സഹിയാക്കിയിട്ടുണ്ടോ, ഇതാണ് അൽബാനി കള്ളൻ. ഈ കിതാബിലോ ആ പരിപാടിയല്ല, ആ അധ്യായം എന്നെങ്ങാനും അള്ളാഹു തആല പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവര് അൽബക്ര മുതൽ തുടങ്ങിയിട്ട് തീർക്കും ഖുർആന്. കാരണം ഫാത്തിഹയും ഇഖ്ലാസുമായ വെള്ളത്തിന് എപ്പോഴും സുന്നികൾ ഓതുന്നതാ. അതാണ് വേണ്ട. സുന്നികൾ ഏത് നേരം അപ്പൊ അത് വേണ്ട. പിന്നെയോ നാസും ഫലക്കും നാസും അത് എപ്പോഴും സുന്നികൾ ഓതും. അതാണ് ഒഴിവാക്കുക. അള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ ഫാത്തിഹ സൂറത്തും ഇഖ്ലാസുമായ വെള്ളത്തിന് ഉണ്ടാവില്ല, യാസീൻ ഏതായാലും ഉണ്ടാവും. കാരണം യാസീനോടുള്ള ദേഷ്യം ഒന്നിനോടില്ല. ചിന്തിച്ചോക്കെ ഒരു കള്ളക്കാക്ക കാട്ടിയത് ജാഹില്, പരമജാഹിൽ. ഒരു ഇമാമിന്റെ കിതാബിൽ ഒരു അധ്യായം തന്നെ ഈ കള്ളത്തെണ്ടി വെട്ടിയൊഴിവാക്കി. അതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇവരൊക്കെ നമ്മളിങ്ങനെ പൂജിച്ച് നടക്കണം. എന്തെടാ ഈ കാക്ക മേശറിക്ക് എങ്ങനെ പോവാ? ഇമാം ബുഖാരി ഉണ്ടാവില്ല അവിടെ. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? വഹാബിസത്തെ തള്ളുന്നു എന്നാണ് ഇപ്പോൾ വഹാബിസത്തിന്റെ തിയാന്മാർ പറയുന്നത്. നീ തള്ളുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ അശുക്രുലില്ലാ. അല്ലെങ്കിൽ ഇനി മെല്ലെ 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 ഇതൊക്കെ അറിയോ. പിന്നെ അടുത്ത അദബുൽ മുഫ്രദ് ഇതായിരിക്കും. അതിൽ എന്തുണ്ടാവില്ല, കാലിമ്പിക്കൽപ്പ് ഉണ്ടാവില്ല. അടുത്ത എഡിഷൻ ഇറങ്ങിയാൽ കൈ ഉണ്ടാവില്ല, പിന്നെ എണീറ്റുകൾ ഉണ്ടാവില്ല. ഇതിനേക്കാൾ വലിയ അക്രമം ഇവിടെ ആരാ ചെയ്താത് പറയാം. ഇസ്ലാമിന്റെ കിതാബുകളിൽ ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിന്റെയും ഇമാം ഷാഫി തങ്ങളൊക്കെ കിതാബ് കിടന്നുകൂടിയിട്ട് അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ? ഇവിടെ ബലാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു അതിനല്ല നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം വരാണ്. എന്തേ? അവര് നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കാനാണ് ശ്രമിച്ചത്. ഇവർ നമ്മുടെ ഈമാനെ നശിപ്പിച്ചു. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മോദിയന്മാരെന്നെ എതിർക്കാൻ തുടങ്ങും. കാലും കാണുന്നു തെളിവില്ല. തെളിവെവിടെ? എന്റെ വല്യാപ്പ പറഞ്ഞിട്ടുണ്ട് ബുഖാരിയിൽ അദബുൽ മുഫ്രദിലുണ്ട്. വല്യാപ്പ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നാ കിതാബ് അദബുൽ മുഫ്രദ് ഉണ്ടെന്ന് ആണല്ലോ. എന്റെ വല്യാപ്പ നോടറിഞ്ഞ നമ്മൾ കണ്ടുണ്ടായിട്ടുണ്ടാവില്ല. വല്യാപ്പന എന്തൊക്കെ ചേർക്കാൻ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഇമാമിന്റെ കിതാബിന്റെ അധ്യായം വെട്ടിങ്ങോട്ട് കളഞ്ഞു. 390 അധ്യായം കൈ ചുംബിക്കൽ, 391 വരേണ്ടത് എന്താ? തക്ബീറുൽ ഹിജ്രി കാൽ ചുംബിക്കൽ. പക്ഷെ വന്നത് അപ്പയോ ഇടയിൽ അധ്യായം ഇല്ല, ഒഴിവാക്കി. ഇമാം ബുഖാരി തങ്ങളെ കിതാബിന് അധ്യായം വലിച്ചെറിയ ആര്? ഈ കള്ളക്കാക്ക. എന്നിട്ട് ഇവരെല്ലാം ഇവരങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും എതിർത്താൽ പണ്ടത്തെ ഉസ്താദ്മാരെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരെ എന്നാണ് ഇപ്പോൾ ചില ബഹുമാനപ്പെട്ട തലയെക്കെട്ടിയാർ ചോദിക്കുന്നത്. പണ്ടത്തെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരെ. പണ്ടത്തെ ഉസ്താദ് എന്ത് പറഞ്ഞു എന്ന് ഈ ഹമാക്കത്തിന്റെ തലയെക്കെട്ടിയാറിന് അറിയില്ല. പണ്ടത്തെ ഉസ്താദ്മാർ ഇതിനപ്പുറം പറഞ്ഞു. എന്താ പ്രശ്നം വലിയ പൊരേ കയറി മന്തി മുണുങ്ങണം, വലിയ മോലാളിമാരെ കൂട്ടത്തിൽ മന്തി മുണുങ്ങണം. തന്നെ നിങ്ങളെല്ലാരും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒപ്പിക്കുക. എവിടെ പോയാലും നമുക്ക് തിരുവനന്തപുരത്ത് പോയാലും ഡൽഹി പോയാലും നമുക്ക് റൂം എടുക്കാതെ നമുക്ക് MLA കോട്ടേഴ്സിലും MP കോട്ടേഴ്സിലും കിടന്നുറങ്ങണം.